വാസകത്തിൽ വെയിലടിച്ചാലെങ്കിലും ഒന്ന് എണ്ണീറ്റൂടെ? സർക്കാർ ഓഫീസിലല്ലേ ജോലി. ഒന്നാമതെ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ പണിയിരിക്കുന്നത്. ഒരു ചെറിയ കാരണം കിട്ടിയാൽ മതി, കളവൻ ചവിട്ടി പുറത്താക്കും. ഉപദ്രവിക്കാതെ പോടെ, ഒന്നും ഉറങ്ങാനും സമ്മതിക്കൂല. നിനക്ക് തോന്നുമ്പോ എണീറ്റ് വായും പൊളിച്ചങ്ങ് വാ, ഉരുട്ടി വെച്ചേക്കാം. ആ ശരി, എന്നാ സൗകര്യം പോലെ ഉറങ്ങിക്കോ. പാചകലോകം ചിക്കൻ മസാല. ആകാശവാണി മദ്രാശി. കലാരംഗം. ഇന്നത്തെ കലാരംഗത്തിൽ ആദ്യം പാചകലോകമാണ്. കോഴിക്കറികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് വിഷയം. ആദ്യമായി ചിക്കൻ മസാല. കോഴിയെ നന്നായി കഴുകി വൃത്തിയാക്കുക. ആവശ്യത്തിനുള്ള മുളക്, മല്ലി, കുരുമുളക്, കറി മസാല, ഇഞ്ചി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക് ഇവ റെഡിയാക്കി അടുത്ത് വെക്കുക. മുളക്, മല്ലി, കറിമസാല, വെളുത്തുള്ളി ഇവ നന്നായി അരച്ചെടുക്കേണ്ടവയാണ്. ഉപ്പിനെ കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല, പക്ഷെ അത് ഇടേണ്ടപ്പോൾ കറിയിലിടാൻ മറക്കരുത്. ഇനി കോഴിയെ കയ്യിലെടുക്കുക. ഇനി മെല്ലെ ശ്വാസം അകത്തേക്ക് വലിക്കുക. കൈകൾ ഇരുവശത്തേക്കും അകത്തുക. ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. എന്നിട്ട് കാലുകൾ ഇരുവശത്തേക്കും അകത്തുക. കഴുത്ത് മുകളിലേക്കും വീണ്ടും താഴേക്കും കൊണ്ടുവരിക. വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. കാലുകൾ രണ്ടും തറയിൽ ഉറപ്പിച്ച് നിവർന്നു നിൽക്കുക. കൈകൾ മുന്നിലേക്കും പിന്നിലേക്കും കറക്കുക. അതുപോലെ തലയും കഴുത്ത് ലൂസാക്കി കറക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല. ഇനി വൃത്തിയായ പാത്രത്തിൽ സാലഡുകളോടൊപ്പം വിളമ്പിയാൽ മാത്രം മതി. ഇന്നത്തെ പാചകലോകം ഇതോടെ അവസാനിക്കുന്നു. അപരാഹ്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു. ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു. സീതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ ആനകളെയും തെളിച്ചുകൊണ്ട്? എങ്ങനുണ്ട്? നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? സാർ ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വപ്പ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാ. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ, സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. എടാ മരമണ്ടം കഴുതേ, നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഇതല്ലേ? എനിക്കറിയാം, പക്ഷെ അവന്മാർക്കും ഇപ്പൊ യൂണിയൻ ഉണ്ട്. അതുകൊണ്ട് അതേ സ്റ്റാറ്റസ് ഉള്ള വേറൊരു പണി ഞാൻ നോക്കി. ഒന്നുകിൽ ഒരു എഡിറ്റർ ആകുക, ഇല്ലെങ്കിൽ ഒരു സാഹിത്യകാരനാകുക. അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. നീ കോമഡി എഴുതണം, മറ്റൊന്നും വേണ്ട. നിനക്ക് പറ്റിയ അബദ്ധങ്ങൾ മാത്രം കുറിച്ചിട്ടാ മതി. അത് തന്നെ ധാരാളം ഉണ്ടല്ലോ. അതെങ്ങനെ ഒരു കഥയാകും? ഹാസ്യത്തിന് കഥ വേണ്ട, സിറ്റുവേഷൻ മാത്രം മതി. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇല്ലാത്തൊരു ന്യൂസ് ഒരു ചുറ്റുപാടിൽ ഇല്ലാത്തൊരാളെ കുറിച്ച് പ്രസിദ്ധീകരിച്ചു എന്ന് വിചാരിക്കാം. അയാൾ ശരിക്കും ഉണ്ടായി. അയ്യോ, അതെങ്ങനെ? അങ്ങനെ സംഭവിച്ചു സങ്കല്പിക്കുക. അയാൾ എന്നോട് എങ്ങനെ പെരുമാറും? അത് പറയാൻ പറ്റില്ല. ആളിന്റെ സ്വഭാവം പോലിരിക്കും. ആ പെരുമാറ്റമാണ് കോമഡി. നീ ഒന്ന് അയാൾ എന്നോട് എങ്ങനെ പെരുമാറും ഊഹിച്ചു പറ, നിനക്ക് കോമഡി മനസ്സിലാവും. അത് തുണയുണ്ടെങ്കിൽ ഇറങ്ങി വരിക. എട്ട് വീട്ടിൽ ലാഭം വേണ്ട. ഏതോടെ മഴയൊക്കെ പഠിച്ചത് നിന്റെ പത്രം ഞാൻ അവസാനിപ്പിക്കുവാ. എടാ, ഇതിനകത്ത് ചങ്കരപ്പുള്ള ഒരു ചെറ്റ ഇരിപ്പില്ലടാ. ഉണ്ടെങ്കിൽ ഇറങ്ങി വരിക. കുത്തും കൊലയും ജയിലും ഒന്നും എനിക്ക് പുത്തരികളെ നാറികളെ എല്ലാത്തിനും ഞാൻ ബോംബിട്ട് നശിപ്പിക്കും. ഞാൻ കൊലമരത്തിൽ കയറുവിടാ. ഇറങ്ങി വരണോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഇവനാരുടെ ഇവിടെ ചാടും?
യവ ഇപ്പൊ ഒരു കുത്തു കേസ് ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. പേര് 8 വീട്ടിൽ രാമപിള്ള. 8 വീട്ടില് രാമപിള്ള. മാനവും മര്യാദയ്ക്ക് മനുഷ്യൻ ജീവിക്കാൻ സമ്മതിക്കില്ല. അയ്യോ തല്ലല്ലേ, ഞാൻ പറയുന്നത് കേക്ക്. ഞാനല്ലേ എഴുതി. ഇനി ആരാ ഉടുപ്പേന്ന് വിടെ ഉടുപ്പേന്ന് വിടെ ഞാൻ കാണിച്ചു തരാം. വന്നത് എടാ നീയാണോ ചീപ്പ് അടിച്ചത്? അയ്യോ ഞാനല്ല. കസേരയിലിരിക്കുന്ന എം ടി രാമോദരൻ. പന്നടാക്കളെ, നീ എന്നെ പറ്റി അനാവശ്യം. ഞാനോ? നീ നിന്റെ ഒരു പത്രം നിന്നെ ശരിയാക്കുന്നു. മേലിൽ ആരെപ്പറ്റേലും അനാവശ്യമായ ന്യൂസ് എഴുതിയ കൈയും കാലും വേണ്ടി ദൂരെ കഴിഞ്ഞാൽ പറഞ്ഞേക്കാം. ആകാരത്തിന് വല്ല അംഗഭംഗവും സംഭവിച്ചോ സാർ? നല്ല ഇപ്പൊ പിടികിട്ടി എന്താണ് കോമഡി. വിത്തിൻ 2 weeks കഥ റെഡി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മിസ്റ്റർ അനിൽകുമാർ നാഷണൽ പ്രസ് ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 1ാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത സ്നേഹപുരസ്സരം അറിയിച്ചുകൊള്ളുന്നു. അനിൽകുമാറിന്റെ ഈ വിജയം ടൈം പബ്ലിക്കേഷൻസ് എന്നും അഭിമാന പുരസ്സരം സ്മരിക്കുന്നതാണ്. ഫോട്ടോഗ്രാഫിയുടെ നൂതന സങ്കേതങ്ങളെ കുറിച്ച് ഗവേഷണം നടത്താൻ ടൈം പബ്ലിക്കേഷൻ സ്വന്തം ചെലവിൽ അനിൽകുമാറിനെ ബോംബെക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ അനിലിനെ ബോംബെക്ക് അയക്കുകയാണെങ്കിൽ എന്നെ അയക്കണം. നീ എന്ത് കോപ്പ് കാണിച്ചിട്ട് നിന്നെ ബോംബെക്ക് അയക്കണം? നിന്നെ പൂത്തർക്കൊക്കെ അയക്കാം. ആ ചോദ്യം ഇവരോട് ചോദിക്കണം. ഏതോ ഫോട്ടോ സ്റ്റുഡിയോന്ന് കാശ് കൊടുത്ത് ഫോട്ടോ വാങ്ങിച്ച് അവാർഡ് വാങ്ങിച്ച ഫോട്ടോഗ്രാഫർ ആവും. എടാ അസൂയക്കും കഷണ്ടിക്കും പണ്ടേ മരുന്നില്ലെന്ന് വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം പലട കുത്തി നാറ്റിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കള്ളന്മാരാ. ആ വിവരം നാട്ടുകാരെ അറിയിച്ച് പത്രത്തിന് നാണം കെടുത്തണ്ട. അല്ലെങ്കിൽ പത്രം നാറി. ഇനി ഇവരെ ബോംബെക്ക് ഇവിടെ അയച്ചാ ആ നാറ്റം ബോംബെ വരെ എത്തും. ഫോട്ടോ കട്ടതോ മോഷ്ടിച്ചതോ എന്നുള്ളത് എനിക്കൊരു പ്രശ്നമേ അല്ല. നാണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരു ആല് കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അനിൽകുമാറിന് ബോംബെക്ക് അയക്കാനുള്ള എന്റെ തീരുമാനം പാറ പോലെ ഉറച്ചതാണെന്ന് ഞാൻ എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. കയ്യടി. സാർ വിഷമിക്കണ്ട. ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. അതുകൊണ്ട് സാർ അത് വയത്തണം, വയത്തി പിടിക്കണം. സാറേ, സത്യം, ധർമ്മം, നീതി, ന്യായം ഇതൊക്കെ ദൈവങ്ങൾക്ക് മാത്രമുള്ളതാ. അതുകൊണ്ട് നടന്നാൽ ഇക്കാലത്ത് വയറ് വഴയ്ക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, സാറിന്റെ കൂട്ടുകാരൻ ചെക്കൻ അനിൽ ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്നും ഫോട്ടോ മേടിച്ച് അവാർഡ് വാങ്ങിച്ചു. എന്നിട്ടിപ്പോ എന്തായി? എല്ലാരും കൂടെ ഹാരവും മാലയും ഒക്കെ ഇടിയിച്ച് ബോംബെക്ക് കെട്ടി എഴുന്നള്ളിക്കാൻ പോണൂന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും മണ്ടന്മാരാ. പക്ഷെ ഇപ്പൊ ഇന്ത്യയിൽ അവനൊരു വിലയുണ്ട്. എങ്ങനെ? ഫ്രാഡ് വില കാണിച്ചിട്ട്. ഇനി തിരിച്ചു വരുമ്പോ അവന്റെ പോസ് നോക്ക് സഹിക്കാൻ പറ്റുമോ? എന്റെ അടുത്ത് പോസ് കാണിച്ചാണ്ടല്ലോ ഇടിച്ചാൽ മൂഞ്ചി ഇരിച്ചു വിടും. നടക്കാത്ത കാര്യം കള. നടക്കുന്ന കാര്യം ആലോചിക്കും. അവന്റെയും ഒരുപടി മേലെ സ്റ്റാറ്റസിൽ നിൽക്കാൻ ശ്യാംകുട്ടിക്ക് മോഹമില്ലേ? ചൽമി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യും? വഴിയുണ്ട്. മനോഹരമായ ഒരു വലിയ ഫ്ലാറ്റ്, അതിലാവശ്യത്തിന് കാശും പത്രാസും, പ്രേമിക്കാൻ തരുണീമണികൾ. ഇങ്ങനെ ഒരു ചുറ്റുപാടിനെ പറ്റി ശ്യാംകുട്ടി ആലോചിച്ചിട്ടുണ്ടോ? ആകെ ഒരു പളവളപ്പ്, ഒരു ഗ്ലാമർ. ഇന്ന് പുച്ഛിക്കുന്നവർ നാളെ ലജ്ജിക്കും. ശ്യാംകുട്ടിയുടെ മുമ്പിൽ ലജ്ജിച്ച് തല താഴ്ത്തും. കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ ഞാനിതെങ്ങനെ ഒപ്പിക്കും? എങ്ങനെ അനിൽ അവാർഡ് ഒപ്പിച്ചു? അവന്റെ കഴുത്തിൽ എങ്ങനെ ഹാരം വീണു? അവൻ എങ്ങനെ ബോംബെക്ക് പറക്കാൻ പോണു? ആ മണ്ടൻ മണ്ട ഉപയോഗിച്ചു. ഫ്രാഡ് പണി, ഇന്നസെന്റ് ഫ്രാഡ്, ആർക്കും ഉപദ്രവമില്ലാത്ത ഫ്രാഡ് പണി. ഇങ്ങനെ ഒരു ജീവിതം വേണോ വേണ്ടയോ എന്ന് ശ്യാംകുട്ടി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒന്നാലോചിച്ച ശരിയാ. ലൈഫ് ഇസ് എ ചലഞ്ച് മീറ്റിംഗ്. എന്നാരാ പറഞ്ഞ? ഞാനല്ല. പക്ഷെ പറഞ്ഞ നാറിക്ക് വിവരമുണ്ട്. കേൾക്കുന്ന നാറികൾക്കും വിവരം ഉണ്ടാവട്ടെ.
താങ്ക് യു താങ്ക് യു. കൈയും വീശി ഇനി പോന്നല്ലയോ? ഒരു ബൊക്കെ കൂടെ വാങ്ങിച്ചോട്ട് വന്നൂടായിരുന്നോ? ദരിദ്രവാസി. നീ എന്താടാ ബോംബെയിൽ പൂക്കച്ചവടം നടത്താൻ പോന്നോ? ഒരു പടം വാങ്ങിച്ചാൽ അർദ്ധരാത്രി പിടിക്കാൻ. എന്റെ അമ്മോ, അസൂയ അസൂയ. അത് തന്നെടാ അസൂയ തന്നെ. ആ കള്ളനാവാൻ കഴിയാത്തതിലുള്ള അസൂയ. Passenger traveling to Bombay. Goodbye. Please report immediately at the security check. Last and final call for Mr. Anil Kumar. Bye 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 bye. Passenger traveling to Bombay. Thank you. Please report immediately at the security check. അലയാ ഗുഡ് ബൈ. മനോഹരമായ ഒരു വലിയ ഫ്ലാറ്റ്, പ്രേമിക്കാൻ തരുണീമണികൾ, ആകെ ഒരു പളവളം, ഒരു ഗ്ലാമർ. ഇന്ന് പുച്ഛിക്കുന്നവർ നാളെ ലജ്ജിക്കും. ശ്യാംകുട്ടിയുടെ മുമ്പിൽ ലജ്ജിച്ച് തല താഴ്ത്തും. ഈ എയർ ഹോസ്റ്റസ് എന്ന് വെച്ചാല് അവര് വളരെ ഫോർവേഡാ. ജീവിതത്തിൽ പകുതി സമയം ആകാശത്ത് കഴിയുന്നവർക്ക് ഭൂമിയിൽ തങ്ങളെ സ്നേഹിക്കാൻ ഒരാളുണ്ട് എന്ന് തോന്നിയ വലിയ ആശ്വാസം. തത്വം പറയാതെ കാര്യം നടക്കുമെന്ന് പറ. എന്താ നടക്കാത്തത്? എന്റെ ഒരു സുഹൃത്ത്, പണ്ട് ഞാൻ അവനെ 3 എയറോസ്മാരെ പരിചയപ്പെടുത്തി കൊടുത്തു. ആ 3 പേരെയും അവൻ കല്യാണം കഴിച്ചു. അവസാനം അവൻ മരിച്ചപ്പോ ചിതയുടെ അരികി 3 പേരും വന്നു. അപ്പോഴാ അവര് പരസ്പരം അറിയുന്നത് ആ 3 പേരും അവന്റെ ഭാര്യമാരായിരുന്നു എന്ന്. ആ ചരിത്രം ഒന്ന് ആവർത്തിച്ചാലോ? അപ്പൊ ഉറപ്പാണോ? അത് 3 വരെ 4. ചേട്ടൻ ഒന്നുകൂടെ പടി. ഏടാ, എന്നെ പൂസാക്കിയിട്ട് ഓസിനി ചരക്കുകളെ നീ പരിചയപ്പെടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലേ അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. ഇപ്പൊ എന്തോ വേണം? തൽക്കാലം ഒരു 200 രൂപ. എത്ര? 200. ആ അപ്പഴേ മണിമണി പോലത്തെ 3 എണ്ണത്തിനെ അങ്ങോട്ട് പരിചയപ്പെടുത്തരും. ബാക്കി നീ കൈകാര്യം ചെയ്യുമ്പോൾ ഇരിക്കും. ഞാൻ പറയും പോലെ ചെയ്താ മതി. കാലത്ത് വെള്ളം തലേന്ന് ഇറങ്ങും ബബ്ബാന്ന് പറയരുത്. അത് ഞാൻ ന്യൂസ് മോളോട് പറ. ശ്രീകണ്ഠൻ നായരല്ലേ? ശ്രീകണ്ഠേശ്വരം ഒന്നും അല്ലല്ലോ. പോവാൻ പറയണ്ണ. എന്താ പിരിച്ചുവിട്ട കാര്യം? അസൂയ അണ്ണ, അസൂയ. ഞാൻ ഒരു നായരായി പോയില്ലേ. ഒരു നായർക്ക് വേറൊരു നായർ നന്നാവുന്ന കണ്ടാ സഹിക്കുവോ? അത്രയൊക്കെയുള്ള എന്നാ കാര്യം അസൂയ കൂട്ടങ്ങൾ. കുട്ടപ്പന് മോട്ടോർ പണി അറിയാവുന്നിടത്തോളം കാലം യവനൊന്നും കുട്ടപ്പന ഒരു പുല്ലും ചെയ്യൂല. അടുത്ത വീട്ടിൽ അപ്പോയിന്റ്മെന്റ് ഓർഡറുമായിട്ട് ആള് വന്നില്ല അണ്ണ. എവിടുന്ന്? കാർ വർക്ക്ഷോപ്പിൽ നിന്ന്. അപ്പൊ നീ ഇപ്പൊ വർക്ക്ഷോപ്പില? പിന്നെ അതല്ലേ അണ്ണൻ കാറിന്റെ പ്രശ്നം പറഞ്ഞപ്പോ ഞാൻ കയറി ഏറ്റത്. അണ്ണൻ ധൈര്യമായിട്ട് പോണം. അണ്ണന് പെമ്പിള്ളേരെ കയറ്റാൻ ഇഷ്ടം പോലെ കാറ് ഞാൻ കൊണ്ടുവരൂല്ലേ. പിന്നെ ചിക്കിൽ കറക്റ്റായിട്ട് ഇങ്ങ് പോരണം. ലൊക്കം ഏർപ്പാടേ ഉള്ളൂ, കടമില്ല. നീ കാറേറ്റോ? എന്നാ കാശ് ഞാനേറ്റു. പിന്നെ ഒരു കാര്യം, ഇതുപോലെ ആക്രി വണ്ടി ഒന്നും കൊണ്ടുവരരുത്. അയ്യോ അണ്ണ, ബെൻസ്, ടയാട്ട, ഇമ്പാല ഒക്കെ കൊണ്ട് ഇറക്കൂലേ.